എൻ.എം. വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഏത് വിധത്തിലുള്ള അന്വേഷണത്തിനും തയ്യാറാണെന്ന് ഐ.സി. ബാലകൃഷ്ണൻ എം.എൽ.എ പറഞ്ഞു. എൻ.എം. വിജയന്റെ ആത്മഹത്യയ്ക്ക് ഉത്തരവാദികളായവർക്കെതിരെ ശക്തമായ നടപടി കൈക്കൊള്ളണമെന്ന് എം.വി. ഗോവിന്ദൻ മാസ്റ്റർ ആവശ്യപ്പെട്ടു. എൻ.എം. വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷണം നേരിടാൻ തയ്യാറാണെന്ന് ഐ.സി. ബാലകൃഷ്ണൻ എം.എൽ.എ പറഞ്ഞു. പരമായിട്ടും പാർട്ടിയും അന്വേഷിക്കട്ടെ എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഭാഗം. മാത്രമല്ല, കത്ത് പുറത്തു വന്നതായിട്ട് ഞാൻ ചാനലിൽ കൂടിയാണ് കാണുന്നതും കേൾക്കുന്നതും. ഒരു പരാതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും KPCC അത് അന്വേഷിക്കേണ്ടതാണ്. അന്വേഷണത്തിൻ്റെ പരിധിയിൽ ഞങ്ങളൊക്കെ കൊണ്ടുവരേണ്ടതാണ്. അതിലൊന്നും ഒരു ബന്ധങ്ങളൊന്നും അതിൻ്റെ അകത്ത് അങ്ങനെയുള്ള ബന്ധങ്ങളൊന്നും KPCC പുലർത്തില്ല. ഒരു പരാതി കിട്ടിയാൽ പരാതി അന്വേഷിക്കുക തന്നെ ചെയ്യും. എൻ.എം. വിജയൻ കത്തയച്ചത് കെ. സുധാകരനായിരുന്നു. കെ. സുധാകരന്റെ പ്രതികരണം ഇങ്ങനെ: എനിക്കൊരു കത്ത് തന്നിട്ടുണ്ട്. ആ കത്ത് അവിടെ വീട്ടിൽ കിടക്കുകയാണ്. മിഞ്ഞാന്നാണ് തന്നതെന്ന് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണ് ചെയ്യുന്നത്. മിഞ്ഞാന്ന് തന്നതാണ്. ഞാൻ കത്ത് തുറന്നു നോക്കിയില്ല. അതിനകത്ത് എന്ത് എഴുതി എന്നുള്ളത് എനിക്കറിയില്ല. പോയി വന്ന് കത്ത് വായിച്ചതിന് ശേഷം അറിയിക്കാം. KPCC നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ ഐ.സി. ബാലകൃഷ്ണനെതിരെ ഒരു പരാതിയും ലഭിച്ചില്ലെന്നായിരുന്നു കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. അന്വേഷണ സംഘത്തെ നിയോഗിച്ചു, അന്വേഷണം നടത്തി, കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചു. അതിനകത്ത് ഐ.സി. ബാലകൃഷ്ണനെ പറ്റി ഒരു പരാതിയും അന്വേഷണ റിപ്പോർട്ടിനകത്തില്ല. പാർട്ടി അന്വേഷിച്ച അന്വേഷണ കമ്മീഷനകത്ത് ഒരു പരാതിയില്ല. വിഷയത്തിൽ സത്യം പുറത്തുവരണമെന്നും കുറ്റം ചെയ്തവരെല്ലാം ശിക്ഷിക്കപ്പെടണമെന്നും എം.വി. ഗോവിന്ദൻ മാസ്റ്റർ ആവശ്യപ്പെട്ടു. അത് സംബന്ധിച്ചെല്ലാം കൂടെ അന്വേഷണം നടക്കട്ടെ. സ്വതന്ത്രമായ രീതിയിൽ അന്വേഷണം നടത്തട്ടെ. ആരൊക്കെയാണോ പ്രതികളായിട്ട് വരുന്നത് അവരെല്ലാം യഥാർത്ഥത്തിൽ ശിക്ഷിക്കപ്പെടണം. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.